വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് എന്നുള്ള മദ്യനയമുണ്ടല്ലോ വി.ഡി. സതീശന്റെ. അതിനെതിരെ മുൻ കെ.പി.സി.സി അധ്യക്ഷനായിട്ടുള്ള വി.എം. സുധീരൻ പറഞ്ഞിട്ടുണ്ട്. കത്തയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കത്ത് കൈപ്പറ്റാനും വായിക്കാനും ഉള്ള സാധ്യതയുണ്ടോ സതീശൻ? എന്ത് സംഭവിക്കും? അല്ല, കത്ത് ഇനിയിപ്പോൾ കൈപ്പറ്റേണ്ട ആവശ്യമില്ലല്ലോ. കാരണം കത്ത് ഏതാണ്ട് പബ്ലിക് ഡൊമൈനിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വി എം സുധീരൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് തിരുത്തിയേ തീരൂ എന്നാണ് വി എം സുധീരൻ പറഞ്ഞത്. ഉറപ്പിച്ചു പറയുകയാണ്. വി എം സുധീരൻ ഒരു നിസ്സാര ആളല്ല. ഉം. കാരണം സതീശന്റെ അഭ്യാസങ്ങളൊന്നും എടുക്കാൻ പറ്റുന്ന ഒരാളല്ല വി എം സുധീർ. കാരണം വി എം സുധീറിന് ഈ സമൂഹത്തിൽ കയ്യടി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്നും അതിനെങ്ങനെ ജനപിന്തുണ ആർജിക്കാമെന്ന് നോക്കുക നമുക്ക് പണ്ടേ കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, കെ ബാബുവിന്റെ അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബുവിന്റെ ഒക്കെ ഗവൺമെന്റ് പാവപ്പെട്ട മദ്യ മുതലാളിമാരല്ലേ എന്ന് വിചാരിച്ച് 25 ലക്ഷം രൂപ ആക്കണതിന് പകരം 23 ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീ ആക്കി കൊടുത്തത്. ആ ഗവൺമെന്റിനെ കൊണ്ട് അന്ന് മുഴുവൻ ബാറുകളും നിരോധിപ്പിച്ച ഒരാളാണ് വി എം സുധീരൻ. അത് ഓർക്കേണ്ടതില്ല. അതായത് വലിയ തോതിലുള്ള പൊതുജനാഭിപ്രായം ഉണ്ടാവുകയും ലാസ്റ്റ് ഗവൺമെന്റ് നിക്കക്കളിയില്ലാതെ വരികയും ബാർക്കോഴയിൽ കൈക്കൂലി മേടിച്ചു എന്നൊക്കെ ഉണ്ടായിട്ട് പോലും അതിനെ മുഴുവൻ തകർത്തെറിഞ്ഞ ഒരാളാണ് വി എം സുധീരൻ എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് കാണാൻ. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം സതീശന് പറ്റിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ സതീശനെ ഇതുവരെ പിന്തുണച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരാണ്. ഒന്ന് കെ മുരളീധരനും ഒന്ന് വി എം സുധീരനും. അവരാണ് സതീശൻ മുഖ്യമന്ത്രി ആകട്ടെ എന്നൊരു നിലപാടിലേക്ക് പറഞ്ഞിരുന്നത്. വി എം സുധീരൻ ഇന്ന് വട്ടോടക്കിയേക്കാണ് എന്ന് മാത്രമല്ല, വി എം സുധീരൻ പറയുന്നത് ഇത് കുറയ്ക്കണമേ എന്ന് പറയുകയല്ലേ ചെയ്തേക്കണത്. ഇത് കുറച്ചേ തീരൂ എന്നാണ് പറഞ്ഞേക്കണത്. തീർന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വി എം സുധീരന്റെ കാര്യം വെച്ചിട്ട് അയാൾ ഒരു വിഷയം ടേക്കപ്പ് ചെയ്താൽ ആ ടേക്കപ്പ് ചെയ്തതിന് അയാൾ ഒരു ഫോളോ അപ്പ് ഉണ്ടാവും. അയാൾ പൊതുവെ പൊതുജനങ്ങളോട് പറയും. ആ പൊതുജനങ്ങളോട് പറയുന്നതിന് വലിയ രീതിയിൽ പിന്തുണ പ്രതിപക്ഷത്ത് നിന്ന് കിട്ടും, യഥാർത്ഥത്തിൽ ഭരണപക്ഷത്ത് നിന്ന് കിട്ടും. ഇത് കൂടാതെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, മുസ്ലിം ലീഗിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് ഒരു വലിയ പിന്തുണ. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം കെ ടി ജലീൽ ചോദിച്ചിട്ടുണ്ട്. കെ ടി ജലീൽ ചോദിച്ചേക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, വീര്യം കുറഞ്ഞ മദ്യം ഹലാലായോ? പാണക്കാട് തങ്ങൾ മറുപടി പറയണമെന്ന് തോന്നിയാണ്. മുസ്ലിം ലീഗ് മറുപടി പറയണം, വീര്യം കുറഞ്ഞ മദ്യം ഇപ്പൊ ഹലാലാണോ എന്നാണ് പുള്ളി ചോദിച്ചേക്കണം. അതായത് മദ്യത്തിന്റെ വ്യാപനത്തെ എതിർക്കുന്നവരാണല്ലോ മുസ്ലിം ലീഗുകാർ. കാരണം വെച്ചാൽ അവരുടെ മതപരമായ ഇതിൽ തന്നെ മദ്യം ഹറാമാണ്. അപ്പൊ വീര്യം കുറഞ്ഞത് ഇപ്പൊ ഹറാം മാറിയിട്ട് എന്താണ്, മറ്റേ ഹലാലായോ? ഇതെന്ത് ഹറാം പറപ്പാണെന്നാണ് പുള്ളി ചോദിച്ചേക്കണതിന്റെ ചുരുക്കം. മനസ്സിലായ? അത് കറക്റ്റ് കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യം കൊണ്ടിട്ട് എന്താ, ജമാഅത്തെ ഇസ്ലാമി, മീഡിയ വൺ, അതുപോലെ തന്നെ മാധ്യമ ദിനപത്രം, ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ സാധാരണക്കാരായിട്ടുള്ള അടികൾ, പ്ലസ് കോൺഗ്രസിന്റെ അടികൾ, പ്ലസ് കേരളം മുഴുവൻ കത്തിക്കാൻ പോകുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം ഇടാൻ കഴിയുന്ന സി പി എം ഇപ്പൊ വീണ്ടും ലൈം ലൈറ്റിലേക്ക് വന്നു. സി പി എം ഇപ്പൊ എം പി രാജേഷ് അടക്കമുള്ള ആളുകൾ ലൈം ലൈറ്റിലേക്ക് വന്നു. ഇനി ആറാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? അതാണ് ഏറ്റവും ഗംഭീരം. കാരണം ഇതിനെതിരെ ഏറ്റവും ആദ്യം നിലപാടെടുത്ത ഒരാളാരാന്ന് വെച്ചാൽ വി ഡി സതീശൻ. വി ഡി സതീശനാണ് പറഞ്ഞിട്ടുള്ളത്, ബെക്കാടിക്കാരി ഇങ്ങനൊരു കത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. നിങ്ങളത് ചെയ്താൽ അത് വൻ അഴിമതിയാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ആ പണിക്ക് തുനിയരുത്, അതോടെ വെയിറ്റ് ചെയ്യും, ഞാൻ വന്നിട്ട് കിടത്താന്ന് പുള്ളി പുള്ളി പറഞ്ഞ കാര്യം. അതോടെ വെയിറ്റ് ചെയ്യും, ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാം ചെയ്യാം. എനിക്ക് ആ അഴിമതി എനിക്ക് തന്നെ ചെയ്യണം, പ്ലീസ് നിങ്ങൾ ചെയ്യരുതാണ് പുള്ളി പറഞ്ഞത്. അത് ആലോചിച്ച് നോക്ക്. അതാണ് സംഭവിച്ചേക്കണം. അപ്പൊ അത് സംഭവിച്ചതിന്റെ പിന്നിൽ ഈ വി എം സുധീരനുള്ള കേരളത്തിലുള്ള ഇനി അടുത്ത പ്രശ്നം വരാനിരിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. അതെന്താണെന്നറിയാമോ? കരിമണൽ ഖനനം സ്വകാര്യ മേഖല കൊടുക്കാൻ കഴിഞ്ഞ തവണ ഒരു 10 ദിവസം ഇത് കൊടുത്തിട്ടുള്ളൂ. അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്താണ്. അന്ന് ഇതുപോലെ വി എം സുധീരൻ ചെന്ന് വട്ടം നിന്നിട്ടാണ് ഉമ്മൻചാണ്ടി, അന്ന് കെ പി സി പ്രസിഡന്റാണ് അദ്ദേഹം, കെ പി സി പ്രസിഡന്റ് വട്ടം നിൽക്കുകയും പ്രതിപക്ഷ നേതാവിനേക്കാൾ വലിയ ആവേശത്തോടെ അദ്ദേഹം ഇടപെടുകയും ആ ഇടപെട്ടതിനെ ഒന്ന് പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കോംപ്ലിമെന്റ്സിനെ തമാശ പറയാണ്, കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാവിലെ കുഞ്ഞാലിക്കുട്ടി വിളിക്കുമായിരുന്നു. ആരാ? സുധീരന്. എന്തൊക്കെയുണ്ട് സുധീരൻ, എഴുന്നേറ്റോ, ചായ കുടിച്ചോ, പല്ല് തേച്ചോ, കുളിക്കണേ, കുളിച്ചിട്ട് പുരുగు എഴുതണേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി വിളിക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ പുള്ളി എത്തി. എന്നിട്ട് ബാക്കി അടിയിലൂടെ കരിമണൽ ഖനനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 50 ലക്ഷം രൂപ ആരുടെ ഇത് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പാവം പിടിച്ച ശശിധരൻ കറുത്തെടുത്ത് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കണേന്ന്. അപ്പൊ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇനി വരാൻ കിടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇതുകൊണ്ട് ഇതെന്താണെങ്കിലും സംഭവിക്കാൻ പോണെന്ന് വെച്ചാൽ, വി എം സുധീരൻ വട്ടം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇയാളത്ര ശരിയല്ല എന്ന് പറയുന്ന തോന്നൽ കേരള സമൂഹത്തിന് ഇപ്പൊ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഉണ്ടായിരിക്കുന്നു. അതായത് ഒരു മാസം കൊണ്ട് തന്നെ
സതീശന്റെ പരിപാടി എഴുതിയേക്കും. പക്ഷെ സതീശന് വേറെ നിവൃത്തിയില്ല. കാരണം സതീശന് വേറെ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അതൊക്കെ പറഞ്ഞ് ഒരുപാട് പേരോട് ചില ചില്ലറ പാരിതോഷികങ്ങളൊക്കെ അദ്ദേഹം മേടിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ പക്ഷെ വിചാരിക്കുന്നത്. ഇപ്പോഴും ക്ലീൻ ഇമേജ് ആണല്ലോ മാധ്യമങ്ങളൊക്കെ നൽകുന്നത്. എത്ര കാലം നൽകൂന്നേ? ഇപ്പൊ ഏഷ്യാനെറ്റ് ക്ലീൻ ഇമേജ് മാധ്യമങ്ങൾ നൽകുന്നത് എന്തുകൊണ്ടാ? മാധ്യമങ്ങൾക്ക് ഇതിൽ താല്പര്യമുള്ളതുകൊണ്ടാ. മാധ്യമങ്ങൾക്ക് അജണ്ട ഉള്ളതുകൊണ്ടാ. നടത്തിക്കൊണ്ടിരുന്ന ആരാണ്? ഒന്ന് മീഡിയ വണ്ണാണ് നടത്തിക്കൊണ്ടിരുന്നത്, രണ്ടാമത് ഏഷ്യാനെറ്റാണ്. ശരിയാണ്, അവർ രണ്ടുപേരും കൂടി ആഞ്ഞു പിടിക്കുകയും പിന്നെ മനോരമ പോലെയുള്ള ഒരു പത്രം ആഞ്ഞു പിടിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് നിൽക്കും. പക്ഷെ എത്ര നാള് പിടിച്ചേക്കും? എത്ര നാള് പിടിച്ചേക്കും? അപ്പൊ അതൊക്കെ കൊണ്ടൊക്കെ മാധ്യമങ്ങൾക്കൊക്കെ നെഗറ്റീവ് ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും, ഒരു സംശയമില്ല. പക്ഷേ ഇപ്പൊ VM സുധീരൻ അടക്കമുള്ള ആളുകള് ഇന്നിപ്പോ ഫാത്തിമ തഗ്ലി പറഞ്ഞിട്ടുണ്ട് VM സുധീരൻ നടപ്പിലാക്കാൻ പറ്റില്ലെന്ന്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനകത്ത് തന്നെ വലിയ പ്രശ്നമായി. കാരണം സമസ്ത പറഞ്ഞ് ഈ തോന്നിയ ദിവസം ഇവിടെ നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. മുസ്ലിം ലീഗ് പെട്ട്. അപ്പൊ ഇതൊക്കെ ഒരു പരിധി വരെ നടക്കുള്ളൂ. പ്രജിത അറിയേണ്ടത് നുണയൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ചാളൊക്കെ ഇമേജൊക്കെ ബിൽഡ് ചെയ്യാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് എവിടെയെങ്കിലും വെച്ച് പൊട്ടിത്തകരും. സാർ, ഈ മദ്യം എന്ന് പറയുന്നത് ഒരു വരുമാന സ്രോതസ്സാണ്. പക്ഷെ ഇതിന് ബദലൊരു മാർഗം വരുമാനത്തിന് കണ്ടുപിടിക്കണ്ടേ? ഇപ്പൊ നികുതി പിരിക്കേണ്ടുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ടുന്ന ഒരുപാട് വൻകിടക്കാരുണ്ടാകാം. സാധാരണ ജനങ്ങളുടേതടക്കം. ഇനി ആരെയും വിട്ടുപോകണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ മദ്യം വിപത്താണ് എന്ന് ഇവർ പ്രതിപക്ഷത്തിരിക്കുമ്പോ പറയുകയും ഭരണത്തിലേക്ക് വരുമ്പോഴേക്കും നേരെ മാറ്റിപ്പിടിക്കുകയും ചെയ്തൊരു എന്താ പറയാ, ആ ഒരു രീതിയാണല്ലോ നമ്മൾ കാണുന്നത്. പക്ഷെ മദ്യം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇത്രത്തോളം ലഭ്യതയൊക്കെ ഉണ്ടാകുമ്പോ അത് ജനത്തിനെയും ബുദ്ധിമുട്ടിക്കല്ലേ? എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞോളൂ. ഈ മദ്യത്തിന്റെ ടാക്സ് ഒക്കെ വില കുറച്ച് ഇവിടെ കൊടുക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ മദ്യത്തിന് വേണ്ടി ബെബ്കോ കിംകോ ഒക്കെ തുറന്നു വെച്ച് വെറുതെ എന്നിട്ട് നഷ്ടത്തിലാണ്. പ്രജക്ക് അറിയോ അത്? നഷ്ടം. അതാണ് നിങ്ങൾക്ക് അറിയാൻ പാടത്. 50 രൂപയുടെ സാധനം മേടിച്ച് 1500 രൂപ വിറ്റിട്ട് അത് നഷ്ടത്തിലാണെന്ന് പറയുന്ന ഏക കമ്പനി എന്ന് പറയുന്നത് ഈ ബവറേജസ് കോർപ്പറേഷൻ ആയിരിക്കും. അതെങ്ങനെയാ സാർ? അതൊക്കെ നഷ്ടമാണ്. നഷ്ടമാക്കുവരിയത്. കാരണം വെച്ചാൽ ചെലവ് എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. അവിടെ തൊഴിലാളികള്, അവരുടെ ചെലവ്, വാടക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് എല്ലാ ബിൽഡിങ്ങുകളും വാടക. എന്തിനാണ്? ഇത് ആളുകൾ അന്വേഷിച്ചെന്ന് മേടിച്ചോളും. ഒന്ന്. ഇനി ഞാൻ പറഞ്ഞ ഇതിന്റെ പോലും ആവശ്യമില്ലല്ലോ പ്രജിത. സത്യം പറയണ്ടെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റിൽ ഒത്തങ്ങ് കൊടുത്താൽ പോരെ? ഈ വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ലുലു സൂപ്പർ മാർക്കറ്റിൽ ഇത് കൊടുത്തെന്ന് വെച്ചാൽ അവിടെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? ഇവനെ 2-3 മണിക്കൂർ ക്യൂ നിർത്തി എന്തിനീ സാധനം കൊടുക്കണേണ്? ലുലു മാളിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സാധനം വെക്കുന്നു. അതുകൊണ്ട് ഇത് കൊടുക്കുന്നതൊക്കെ നല്ലതാ. പക്ഷെ ഇതിനൊറ്റ പ്രശ്നമുള്ളു. ഇത് അവര് ചെയ്യാൻ പോകുമ്പോ ഓഹോ, നമ്മൾ ചെയ്യുമ്പോ ആഹാ എന്ന് പറയരുത്. ഒരേ നാക്കുകൊണ്ട് എന്ത് ചെയ്യരുത്? രണ്ടും പറയരുത്. പറയുമ്പോ എന്താണ്? ഇത് LDF ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ചെയ്തോ, നല്ല കാര്യമാണ്. ഒരു പുതിയ സെഗ്മെന്റ് കൊണ്ടുവന്നു, 20% താഴെയുള്ള മദ്യം വിൽക്കാൻ പോകുന്നു. അത് എന്ത് ചെയ്യാം? വെള്ളം കൂട്ടാതെ അടിക്കാം. പല ബേഷ് പോട്ടെ. നമ്മളിത് ഭയങ്കരമായിട്ട് തടഞ്ഞൊക്കെ വെക്കുമ്പോ ഇവിടെ മറ്റേ ഈ ലോകം മുഴുവൻ വന്നിട്ടുണ്ടെങ്കിൽ മാരിജുവാന, അതായത് കഞ്ചാവ്, അവിടെ ഷോപ്പുകൾ, നല്ല കളർഫുൾ ഷോപ്പുകളിലാണ് കാനഡയിലും മറ്റേ ബാക്കിയുള്ള രാജ്യങ്ങൾ, അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിലൊക്കെ ഇരിക്കണം. അറിയോ പറയുന്നത്? നമുക്ക് എന്ത് ചെയ്യാം? കളറുകൾ പലത് കാണാം. നീല, പച്ച, ചുവപ്പ് ഏതാന്ന് വെച്ചാൽ എടുത്തിട്ട് എന്ത് ചെയ്യാം? പോരാം. കാരണം ഇത് നടപ്പടിയാണ്, കേസല്ല ഇത്. ബീഹാറിലും അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലും ഒക്കെ തന്നെ ഇത് നിരോധിച്ചിട്ടുണ്ട്. ആ നിരോധിച്ച സ്റ്റേറ്റുകളിൽ ബീഹാറിലും അതുപോലെ തന്നെ ഗുജറാത്തിലും നിരോധിച്ചിട്ടുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ മദ്യക്കള്ളക്കടത്ത് നടക്കുന്നത്. 500 കോടി രൂപയിലധികം വരുന്ന മദ്യക്കള്ളക്കടത്താണ്. അപ്പൊ ഇതൊന്നും നടക്കണ കേസല്ല. നമ്മൾ മറ്റേ ഇവിടെ നിന്ന് പെട്ടെന്ന് കയ്യടി കിട്ടുന്ന ഒരു കാര്യം അങ്ങോട്ട് പറയുന്നത്. ആഹാ, ഇനി ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, 1996 ഇവിടെ ചാരായം നിരോധിച്ചില്ല, എന്താ സംഭവിച്ചത്? വ്യാജ ചാരായമല്ല, ഇവിടെ ലിക്കർ മേടിച്ച് എല്ലാവരും കഴിക്കാൻ തുടങ്ങി. അതായത് നേരത്തെ 50 രൂപ കിട്ടിക്കൊണ്ടിരുന്ന സാധനത്തിന് 500 രൂപ കൊടുത്ത് എല്ലാ പാവം പിടിച്ച ആളുകൾ കഴിക്കാൻ തുടങ്ങി. അത്രയുള്ളൂ സംഭവം. വൈപ്പിൻ മദ്യ ദുരന്തം ഉണ്ടായിട്ടുണ്ട്, മറ്റേ മണിച്ചന്റെ ദുരന്തം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ പല ദുരന്തം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് കുറെ കൂടി പ്രോപ്പർലി നടത്തേണ്ട ഒരു സംഭവമുള്ളൂ. വിയറ്റ്നാമിൽ ചാരായമുണ്ട്, ലോകത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ചാരായമുണ്ട്. ഇനി ഞാൻ വേറെ കാര്യം തിരിച്ചു നോക്കട്ടെ. താങ്കൾ മാഹി പോയിണ്ടാവൂല? ഈ മാഹിയിൽ ആരെങ്കിലും മദ്യപിച്ച് റോട്ടിൽ കിടക്കണ്ട? ഈ സാധനം സുലഭമല്ലേ? കാശും കുറവല്ലേ? എന്നിട്ട് എന്താണ് അവിടെ കിടക്കാതെ ഇവിടെ വന്ന് കിടക്കുന്നത്? ചിന്തിച്ചു നോക്കിയിട്ട് നമ്മള്. ഞാനൊക്കെ ഇല്ല ആലപ്പുഴയിൽ എനിക്ക് തോന്നുന്ന ശവക്കോട്ടപ്പാല അതിന്റെ ഇപ്പുറത്തായിട്ട് ഒരു ലിക്കർ ഷോപ്പ് ഉണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അവിടെ ചെല്ലും.
എന്താ വെച്ചാൽ അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ലിക്കർ ഷോപ്പ് ഉണ്ട്. അന്ന് ഒരു പാലമുണ്ട് മറ്റേ ഇരുമ്പാലത്തിന്റെ ഇപ്പുറത്ത് തന്നെ ഒരു ഗ്ലാസിന്റെ ഒക്കെ ഒരു ഷോപ്പ് ഉണ്ട്. അതിന്റെ മുകളിൽ എനിക്കൊരു ഓഫീസ് ഉണ്ടായി. ആ ഓഫീസ് ഉള്ളപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കനാലാണ്. ഈ കനാല് വറ്റി വരണ്ട് കിടക്കുന്നതായിരിക്കും. ഈ കനാലിന്റെ അകത്തേക്ക് ഇറങ്ങി എല്ലാവരും കൂടി മദ്യപിടിയെ. ഞാനവിടെ ഓഫീസിൽ വണ്ടി നിർത്തി ചെല്ലുമ്പോൾ ഒരാൾ എന്നോട് ചോദിക്കണേ, സാറേ ഷെയർ ഇടാനാണെങ്കിൽ ഒരു 50 രൂപ ഇടാൻ പോകും. അല്ല 100 രൂപ 50 രൂപ ഇടാൻ പോകും. പുള്ളി വിചാരിച്ച ഞാൻ ലിക്കർ മേടിക്കാൻ വേണ്ടി വന്ന ആളാണ്. ഞാൻ പറഞ്ഞ അല്ല, ഞാൻ ഓഫീസിലേക്ക് കൂടെ ചോദിച്ചായിരുന്നു. എന്തിനാണ് ഈ നാട്ടുകാരിങ്ങനെ ബുദ്ധിമുട്ടിക്കണേ? എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? എന്താ? ഓക്കെ, ഒരാൾ വിചാരിക്കും നമുക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് കഴിക്കണ്ടെന്ന് വിചാരിക്കും. എന്താണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പക്ഷെ മദ്യം ഇത്ര സുലഭമാകുമ്പോൾ എല്ലാവരും അതിലേക്ക് പോവുകയും വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ MDMA-ലേക്ക് പോയിക്കോളും. ഇപ്പൊ പ്രശ്നമില്ല, കാരണം ഇപ്പൊ എന്ത് ചെയ്തോളും. നമ്മളെ ആളുകളെ കുറിച്ചുള്ള ഒരു ധാരണ മാറ്റണം. അതുകൊണ്ടാണ് ആളുകൾക്ക് trust gate. ആഘോഷിക്കാനുള്ള, ആളുകൾക്ക് സന്തോഷിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വേണം. ഇപ്പൊ ലോകത്ത് മുഴുവൻ മറ്റേ സ്ക്വയറുകളുണ്ട്. അതായത് ഒരു സിറ്റിയുടെ നടുക്ക് തന്നെ സ്ക്വയറുകളുണ്ട്. കാരണം അങ്ങോട്ട് വണ്ടിയൊന്നും വിടൂല. പകരം ആളുകൾ നടന്ന് ഷോപ്പിംഗ് നടത്തുക, അവിടെ വൈകുന്നേരങ്ങളിൽ ഇരിക്കുക, ഒരു ബിയർ കഴിക്കുക, അതിന് ശേഷം ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുന്ന കാര്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? ഇവിടെ ടൂറിസം വികസിപ്പിക്കണമെന്ന് ഇവിടെ പറഞ്ഞ ആളുകൾ എന്ത് ചെയ്യും? ഇന്ന് 1-ാം തീയതിയാണ്, അപ്പൊ ഡ്രൈ ഡേ ആണ്, ഇനി പോയിട്ട് നാളെ രാവിലെ വരാൻ പറയാൻ പറ്റും? ഇതൊക്കെ വെറും വേഷം കെട്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വന്ന ഒരു സിനിമയിലെ രംഗമാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. മദ്യവിരുദ്ധ ജാഥക്കോണാണ്. അപ്പൊ ജാഥക്കോണ ആളെ വിളിച്ചിട്ട് പോകുന്നുണ്ട്, ഈ ജാഥക്കോ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, വൈകുന്നേരം 2 ചെറുതടിക്കാനുള്ള ആശ കിട്ടും. ഇതാണ് സംഭവം, സത്യം. നമ്മൾ ഈ കപട സദാചാരവും മറ്റതും ഒക്കെ അങ്ങോട്ട് മാറ്റി വെക്കണം. നമ്മൾ മറ്റേ ഈ ആവശ്യമില്ലാത്ത കപടസദാചാരം ഇത് കേൾക്കുമ്പോൾ ആളുകളൊക്കെ വിചാരിക്കും ചെയ്യുമ്പോൾ ഞാൻ എല്ലാ ദിവസവും പോയി അടിക്കുന്ന ആളാണ്. ഞാനല്ല, ഞാൻ ബാറിൽ കയറാറുണ്ട്, പക്ഷെ ഞാൻ മദ്യം കഴിക്കാത്ത ഒരാളാണ്. പക്ഷേ താങ്കൾ അറിയേണ്ടത്, ഇത് എന്തിനാണ് ഈ നാട്ടുകാരെ ഇങ്ങനെ നിർത്തി ബുദ്ധിമുട്ടിക്കുന്നത്? അതുപോലെ ഒരു വെറുതെ വൃത്തികെട്ട ശീലങ്ങളിലേക്ക് വരുന്നത്. നേരത്തെ നമ്മളിവിടെ ഈ ബ്ലൂ ഫിലിം കാസറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ചിലവാകുമായിരുന്നു. എന്നിട്ട് റെയ്ഡ് എവിടെ? പ്രജൊന്ന് ആലോചിക്കണം. അതായത് കാസറ്റ് ഷോപ്പുകളിൽ റെയ്ഡ്. ഈ ലോട്ടറിയുടെ ഏറ്റവും വലിയ പ്രശ്നമുള്ള കാസറ്റ് ഷോപ്പുകളൊന്നും പിടിക്കുന്നു, എന്നിട്ട് അവനെ നാണം കെടുത്തുന്നു, കൊണ്ടുപോകുന്നു. ഇപ്പൊ ഈ യൂട്യൂബിലും ഈ വെബ് സീരീസിലും ഒക്കെ എന്തെങ്കിലും കൺട്രോൾ ഉണ്ട്? എന്നിട്ട് ആളുകൾ മുഴുവൻ രാവിലെ മുതൽ രാത്രി വരെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ട് മമ്മൂട്ടി പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒന്നില്ലെങ്കിൽ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ബാൻ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുക്കുക, കുറെ കഴിയുമ്പോൾ ആളുകൾ എടുത്തു. ശരിയാണെന്നേ. നമ്മളിതൊരു ഭയങ്കര വലിയ കാര്യമാക്കി വെക്കാത്തത് കൊണ്ട് തന്നെ, ഇത് മറ്റേ അങ്ങനെ നിർബന്ധം പിടിക്കാത്തത് കൊണ്ട് തന്നെ ആളുകൾക്ക് പ്രശ്നം തോന്നില്ല. പക്ഷെ കയ്യടി കിട്ടും എന്ന് പറഞ്ഞാൽ, നമ്മുടെ പൊതുബോധം ഇതിനെതിരായതുകൊണ്ട് ഒരു കയ്യടി കിട്ടും. ആ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റേ അവർക്ക് ടാക്സ് ചുരുക്കരുതെന്നൊക്കെ പറയാം. എനിക്ക് സതീശനോട് പറയാനുള്ളത്, നിങ്ങൾ UDF-ൽ തീരുമാനിച്ച് ഞങ്ങളുടെ മദ്യനയം ഇതാണ്, ഞങ്ങൾ ഇതിനിടയിൽ ഒരു സെഗ്മെന്റ് കൊണ്ടുവരാൻ പോവാണ്. ആ സെഗ്മെന്റ് 10 മുതൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഞങ്ങൾ ടാക്സ് കുറച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സുലഭമായി തരും, കുടിച്ചാട്ടെ സന്തോഷിച്ചാട്ടെ എന്നങ്ങോട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. അത് ഇന്ന് കുറച്ച് ചില്ലറ മറ്റവരുടെ നിന്നും കിട്ടും, ആരുടെ നിന്ന് 1000 കോടി ലാഭം കിട്ടുമ്പോൾ ഉറപ്പായിട്ട് ഒരു സന്തോഷത്തിന് എന്ത് ചെയ്യുമല്ല. ഇപ്പൊ ഞാൻ കാരണം പ്രജക്ക് ഒരു 500 രൂപ കിട്ടണമെങ്കിൽ പറയുന്നത് ഒരു 50 രൂപയെങ്കിലും ഒരു സന്തോഷത്തിന് ഇരിക്കട്ടെ എന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും വിചാരിക്കും. 50 രൂപ അല്ല, ചിലപ്പോ ഇതിപ്പോ ഒരു 5000 കോടി രൂപർക്ക് 5 കൊല്ലം കൊണ്ട് കിട്ടും. ഞാൻ ഇന്നലെ പറഞ്ഞ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇന്നലെ പറഞ്ഞാണ്. 43,000 കോടിയുള്ള വെറും പാവപ്പെട്ട ഒരു കമ്പനിയാണ് ആര്? ബെക്കാടി. 200-ലധികം ബ്രാൻഡുകളുണ്ട്. ഇന്ത്യയിൽ തന്നെ 3700 കോടിയുണ്ട്. 7% വളർച്ച കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊരു 10% 15%-ത്തിലേക്ക് എത്തിച്ചാൽ 5000 കോടിയിലേക്ക് എത്തും. അപ്പൊ അവര് ചെറുതായിട്ട് എന്ത് ചെയ്യും? PV അൻവറിന്റെ ഭാഷയിൽ പറഞ്ഞ, അൻവർക്കയുടെ ഭാഷയിൽ പറഞ്ഞ് ചെറിയൊരു മധുരം തരും, ഒരു നെയ്യപ്പം തരും. ആ നെയ്യപ്പം കടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യും? പക്ഷെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും. അല്ലാതെ ആളെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ ഇത് അഴിമതിയാണ്, അഴിമതിയാണ്, അഴിമതിയാണെന്ന് പ്രതിപക്ഷത്തേക്ക് പറയും. ഇപ്പൊ വന്നിട്ട് ഇത് അഴിമതിയല്ല, ഇത് വളരെ മനോഹരമായ സങ്കല്പമാണ് എന്ന് പറയുകയും ചെയ്യാതിരുന്നാൽ മതി. ഇത്രേ ഉള്ളു പ്രശ്നം. വളരെ ലളിതമാണ്. ഇതിപ്പോ ഞാനിപ്പോ പറഞ്ഞതോട് പറയുന്നത് ഇത് പിൻവലിക്കേണ്ടി വരും കേട്ടോ. ഇത് പിൻവലിക്കേണ്ടി വരും. ഇത് പിൻവലിക്കേണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി മദ്യനയോ ആരുമായിട്ട് സംസാരിക്കാതെ ബഡ്ജറ്റിൽ തന്നെ അങ്ങ് പ്രഖ്യാപിച്ചു. കാരണം ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കമ്പനിക്ക് ഒരു ക്ലെയിമായി. അപ്പൊ അതിനുവേണ്ടി പുള്ളി പ്രഖ്യാപിച്ചതിന്റെ പിന്നിൽ വേറെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പ്രഖ്യാപിക്കാതിരിക്കാൻ പുള്ളിക്ക് പറ്റില്ലായിരുന്നു, അത് വേറെ കാര്യം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ അഭ്യാസമൊക്കെ നിർത്താനാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇതിലൊന്നും കുഴപ്പമില്ല. വളരെ ലളിതമാണ് ഈ കാര്യം.
KT ജലീൽ ചോദിച്ച പോലെ VM സുധീരനൊക്കെ പറഞ്ഞതുപോലെ ഈ സാധനം കുറച്ച് കഴിയുമ്പോൾ നൈസായിട്ട് പിൻവലിക്കേണ്ടി വരും. പിന്നെ UDF എന്നല്ല, ശരിക്കും പറഞ്ഞാൽ U10 ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് ഇട്ടാൽ കറക്റ്റ് ആയിരിക്കും. കാരണം മറ്റേ അളിയൻ പിന്നെ മറ്റേ പല കേസുകളിലും എന്ത് ചെയ്തു U10 ഇതിനകം എടുത്തു കഴിഞ്ഞ് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഉം. ഇതിൽ മിക്കവാറും എന്ത് ചെയ്യും